ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കൽപ്പന, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് ആകുന്നു. രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. ഇതിലും വലുതായി മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് യേശു പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കൽപ്പനയാണ് കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നത്. മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറയുന്നതിൽ നിന്നും ചിലർ മനസ്സിലാക്കിയിരിക്കുന്നത് മറ്റുള്ളവരെ പ്രസാദിപ്പിക്കണം എന്നാണ്. ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളെ പ്രസാദിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നവർ തെറ്റായി ധരിക്കുന്നു. നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ അയാൾ ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അതിൻ്റെ നേരെ കണ്ണടക്കില്ല, മറിച്ച് ആ തെറ്റ് അയാൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും അയാളെ തിരുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ ഇന്ന് ലോകത്തിൽ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ജനാധിപത്യം നിലനിൽക്കുന്ന സ്ഥലത്തൊക്കെ ആളുകളെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയക്കാരെ നമുക്ക് കാണാം. ആളുകളെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ആളുകൾ എന്ത് തെറ്റ് ചെയ്താലും അതിനെതിരെ ഒന്നും പറയാതെ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് പറയുന്നവർ. അവർ ആളുകളെ സ്നേഹിക്കുന്നില്ല, മറിച്ച് അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നവർക്ക് തോന്നത്തക്ക വിധം അവരെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവരുടെ വോട്ട് കിട്ടുകയാണ് ഉദ്ദേശം. എന്നാൽ വാസ്തവത്തിൽ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അയാളെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അയാൾക്ക് നന്മ വരുന്ന കാര്യങ്ങൾ ചെയ്യും. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി: ഇപ്പോൾ ഞാൻ മനുഷ്യനെയോ ദൈവത്തെയോ പ്രസാദിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കില്ല. ഇതിൻ്റെ അർത്ഥം ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നവരാണ് വാസ്തവത്തിൽ മനുഷ്യരെ സ്നേഹിക്കുന്നത് എന്നാണ്. മനുഷ്യരെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുന്നവർ മനുഷ്യരെ സ്നേഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനും കഴിയില്ല. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.